രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിക്ക് നേരെയുണ്ടായ സൈബർ അതിക്രമ കേസിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ജാമ്യം കിട്ടുമോ എന്ന് അറിയാലോ. രാഹുൽ ഈശ്വറിന്റെ വാദം അറസ്റ്റ് നിയമവിരുദ്ധമാണ്, ജാമ്യമില്ലാ വകുപ്പ് ചുമത്താനുള്ള കുറ്റം ചെയ്തിട്ടില്ല എന്നാണ്. വിജിൻ അതിന്റെ വിശദാംശങ്ങൾ നൽകും. വിജിൻ, രാഹുൽ ഈശ്വർ എന്നിപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ജാമ്യാപേക്ഷയിലെ വാദം കാത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നിരത്തുന്ന വാദങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹവും കുടുംബവും എത്ര പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ന് കോടതിയിലേക്ക് ഉറ്റുനോക്കുന്നത്? സൈഫുദ്ദീൻ, ദിവ്യ, എന്തായാലും കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് ഇന്നലെ കോടതിയിൽ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അതിനുശേഷം വീണ്ടും രാഹുൽ ഈശ്വറിനെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കാണ് മാറ്റിയത്. നിലവിൽ ഇപ്പോഴും രാഹുൽ ഈശ്വർ നിരാഹാര സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇന്നലെ പോലീസ് വാഹനത്തിൽ പോകുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. 72 മണിക്കൂറായി ഭക്ഷണം കഴിച്ചിട്ട് എന്നൊക്കെ പ്രതികരിച്ചായിരുന്നു പോയത്. എന്തായാലും ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും ഉയർത്താൻ പോകുന്നത് താൻ പെൺകുട്ടിയുടെ വ്യക്തിത്വം പുറത്ത് അറിയിച്ചിട്ടില്ല, താൻ ചെയ്ത വീഡിയോയിലൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളില്ല എന്നുള്ള വാദം തന്നെയായിരിക്കും ഉയർത്തുക. നേരത്തെ അത് തള്ളിയാണ് കസ്റ്റഡിയിൽ വിടാനും ഒപ്പം തന്നെ റിമാൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്കൊക്കെ കോടതി എത്തിയിരുന്നത്. അതേ വാദം ഉയർത്തിയായിരിക്കും ഇന്ന് വീണ്ടും രാഹുലിന്റെ അഡ്വക്കേറ്റ് കോടതിയിൽ അത്തരം വാദങ്ങൾ ഉയർത്തിയായിരിക്കും ജാമ്യം നൽകണമെന്ന ആവശ്യം ഉന്നയിക്കുക. എന്തായാലും രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഈ അറസ്റ്റും ഒപ്പം തന്നെ കസ്റ്റഡിയും ഒക്കെ അതും ഒരു പ്രചാരണ വിഷയമാക്കി മാറ്റുന്ന നിലയിലാണ് ഉണ്ടായിരുന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ട ദിവസം തന്നെ അത് വീഡിയോ ചിത്രീകരിക്കുന്നു, അത് പോസ്റ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ മാധ്യമങ്ങളോട് തൻ്റെ വീട്ടിലേക്ക് തന്നെ പോലീസ് കൊണ്ടുപോവുകയാണ്, ലാപ്ടോപ്പ് എടുക്കാനാണ് കൊണ്ടുപോകുന്നതൊക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞ് അങ്ങനെയുള്ള ഒരു നടപടിയൊക്കെയാണ് രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് നേരത്തെ ഉണ്ടായിരുന്നത്. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിലയിൽ ഇപ്പോഴും സുരക്ഷാ കമ്മീഷൻ വേണം എന്നുള്ള നിലപാടൊക്കെയാണ് പോലീസ് വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴും ഒപ്പം തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയ ഘട്ടത്തിലും ഒക്കെ രാഹുൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതി നിയമത്തിൻ്റെ വയലേഷനാണ് നിലവിൽ തൻ്റെ അറസ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് രാഹുൽ. പക്ഷേ അതൊന്നും അംഗീകരിക്കാതെയാണ് നിലവിൽ കോടതി റിമാൻഡ് ചെയ്തിരുന്നത്. എന്തായാലും ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ജാമ്യം നൽകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ജാമ്യം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ദീപ രാഹുൽ ഭാര്യയൊക്കെ പങ്കുവെച്ചത്. പക്ഷേ മുമ്പും അതേ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും കോടതി ജാമ്യം നൽകിയിരുന്നില്ല. ഇന്നത്തെ കസ്റ്റഡി കാലാവധി കൂടി കഴിഞ്ഞതോടുകൂടി ഒരുപക്ഷെ ഇന്ന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. സൈഫുദ്ദീൻ.